ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് തൃശ്ശൂർ ഒന്ന് കറങ്ങാൻ പോവാണ്. ആക്ച്വലി ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിലൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ സൺഡേ ആയപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ കോളീഗും കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് കറങ്ങാൻ പോകുന്നത്. കറങ്ങാൻ പോകുക എന്ന് പറയുമ്പോൾ അവൾക്ക് സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കണം. അപ്പം എനിക്ക് 2 ഡ്രസ്സ് മാറ്റാനുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എക്സിബിഷൻ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എന്നാൽ പോവാം, അങ്ങനെ എക്സിബിഷനും കൂടി കാണാം, അങ്ങനെ പ്ലാനറ്റ് അറിയതാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഒരു സ്കൂട്ടിയുടെ ബാക്കിലിരിക്കുന്നത്. അപ്പം പോകുമ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഓടിച്ചത്. അവൾ ആക്ച്വലി പഴഞ്ഞൂർന്നാണ് എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നേരം ഓടിച്ചല്ലോ. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ സ്കൂട്ടി ഓടിച്ചു, വരുന്ന സമയത്ത് അവളാണ് ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പ്ലാനറ്റ് ഓഫ് സ്റ്റുഡിയോ കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ കണ്ണപ്പഴും മുണ്ട് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ പെരുന്നാളിന് വന്നിട്ട് ഷോപ്പ് ചെയ്താൽ ഞാൻ ഒന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. പിന്നെ അന്ന് കാണാത്തതിലും കുറേ വെറൈറ്റീസ് ചെരുപ്പ് വന്നിട്ടുണ്ടോ. അതിലും എനിക്കൊരു ചെരുപ്പ് ഭയങ്കര ഇഷ്ടമായി, വൈറ്റ് ചെരുപ്പുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷേ നമ്മൾ ഈ അടുത്ത് വാങ്ങിയതുകൊണ്ട് ഞാൻ വാങ്ങാനില്ല. പിന്നെ ഓർണമെൻറ്റ്സ് അന്ന് കണ്ട സെയിം ഓർണമെൻറ്റ്സ് തന്നെയാണ്. അപ്പം ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു. അപ്പം എൻ്റെ കോളേജിൻ്റെ പേര് കൃഷ്ണവേണി എന്നാണ്. അപ്പം അത് ഇതുവരെയായിട്ടും പറഞ്ഞില്ല. അപ്പോൾ കൃഷ്ണവേണി എടുത്തിട്ടുള്ളത് ഈ ചെരുപ്പാണ് കേട്ടോ. അവൾക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തത്. പക്ഷേ അതിൻ്റെ ചെറിയ സൈസായിരുന്നു, കുറച്ച് ഫിറ്റാണെങ്കിലും ഓക്കെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഗേൾസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിതാ, ഞാൻ ജീൻസാണ് മാറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ മാറ്റിയിട്ടോ, മാറ്റിയ ശേഷം അതൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ കൃഷ്ണവേണി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യണത്. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് വിഷു ഒക്കെ അല്ലേ, അപ്പം കുറച്ച് പർച്ചേസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബനിയൻ കണ്ടത്. അപ്പം ഇത് ഞാൻ അങ്ങോട്ട് എടുത്തു. കാരണം ഞാൻ കുറേ ആയി അയാൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബനിയൻ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കണം. അപ്പോൾ എവിടെ പോയാലും കിട്ടണില്ല. അതിന് വേണ്ടിയിട്ട് വേറെ ഷോപ്പുകൾക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ പോയ ഷോപ്പുകളൊന്നും എനിക്ക് ഇതുപോലത്തെ ഒരു ബനിയൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സ്റ്റുഡിയോത്തെ പർച്ചേസിങ് അവസാനിപ്പിച്ച് നമ്മൾ നേരെ തൃശ്ശൂർ എക്സിബിഷനിക്കാണ് കേട്ടോ. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പാർക്കിംഗ് ഏരിയയൊക്കെ നല്ല കൂളായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷാനിക്കാനായിട്ടും അയാനായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നൊന്ന് പറയാൻ വയ്യ, അത്ര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പൂരം കഴിഞ്ഞിട്ടാണ് എക്സിബിഷൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫസ്റ്റ് എക്സിബിഷൻ തുടങ്ങിയത് വന്നിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സുഖമെന്നറിയോ, ഒരു മനുഷ്യനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്വാസം മുട്ടിയിട്ട് അത് കൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അമ്മാതിരി തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതിനായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരെ കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നു ഫസ്റ്റ് ഒരു പാൽ സർബത്ത് കുടിച്ചു. ഞങ്ങൾ രണ്ടാളും ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ എക്സിബിഷൻ ഹോളിൽ കയറുന്നത്. 40 രൂപയാണ് കേട്ടോ ഇപ്രാവശ്യം ചാർജ് ഉള്ളത്. അപ്പം ഇവിടെ വന്നപ്പോൾ കൃഷ്ണന് ഇതാ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ടോയ് കാർ എടുക്കാൻ കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അയാൻ ഇത്തിരി വലുതായതുകൊണ്ട് അവനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലല്ലോ. പിന്നെ ഞാൻ എടുത്തതാണ് കേട്ടോ അത്. ഞാൻ ഈ ഉള്ളി സബോളയൊക്കെ അരിയൂലേ, അങ്ങനത്തെ ഒരു ചെറിയൊരു മെഷീൻ. ഇതിൽ തന്നെ 2 ടൈപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഒന്നിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരു വള്ളി ഉണ്ട്, അതിങ്ങനെ വലിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പം പ്രസ് ചെയ്തെടുക്കേണ്ടതാണ് ഒന്നും കൂടി നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ മീഡിയം സൈസ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസും ബിഗ് സൈസും പിന്നെ സ്മോൾ സൈസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മീഡിയം സൈസാണ് ഞാൻ എടുത്തത്. ഇതാ ഈ കണ്ടില്ല, ആ റെഡ് കളർ, അത് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്. ശേഷം നമ്മൾ ഓരോ സ്റ്റോളുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പം ഭരണി പോലത്തെ ചെറിയ പാത്രങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഡിസൈനും കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ അതേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാസ്സുകളും ഉണ്ട്. അപ്പം ഇതൊക്കെ 4 എണ്ണത്തിന് 100 രൂപ, പിന്നെ ഒന്നും കൂടിയും വലുതിന് 4 എണ്ണത്തിന് 200 രൂപ, അങ്ങനെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇതിന്ന് നല്ല 4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്രാവശ്യം എടുത്തില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭീമാപള്ളി പോയ സമയത്ത് അവിടുന്ന് 4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഗേൾസിൻ്റെ ഓർണമെൻറ്റ് സെക്ഷൻ ഉണ്ട്, പിന്നെ ഡ്രസ്സ്, ബാഗുകൾ, അങ്ങനെ ഒരുപാട് സെക്ഷനുകളുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ടൊക്കെ കാണാനായിട്ട്. ഞാൻ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഇനി ഒരു വട്ടം കൂടി ഞാൻ ഉമ്മാനായിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉമ്മക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പം ഉമ്മ പ്രാവശ്യം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ എടുത്തിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി എന്നുള്ള മെയിൻ ഉദ്ദേശത്തിലാണ് കേട്ടോ അത് കണ്ടത്. പിന്നെ കണ്ണിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ടെങ്കിലും എടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റാൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എക്സിബിഷൻ സ്റ്റാർട്ടായ സമയത്ത് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പകുതി സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ, ചിലതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോണതിൻ്റെ ഒരു ഹാഫ് പോർഷനോളം എല്ലാ സ്റ്റാളുകളും ഓപ്പൺ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഡ്രസ്സിൻ്റെ സെക്ഷൻ എത്തി. അപ്പം ഞങ്ങൾ ഓൾറെഡി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയ കാരണം ഒന്നിലേക്ക് ഒന്നും നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഡ്രസ്സുകളുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാമെന്നല്ലാണ്ട് ഒന്നും പർച്ചേസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡ്രസ്സസും ഉണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് സ്റ്റാളുകൾ ഡ്രസ്സിൻ്റെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വഴി കൂടി പോകുമ്പോൾ ഇങ്ങനെ ഓപ്പണാക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. മറ്റേ സൈഡിൽ പനങ്കൽക്കണ്ടാണ്, ഇത് എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. അറിയണത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഫൈനലി എനിക്കൊരു ബെഞ്ച് കിട്ടി ഗായ്സ്. അപ്പോൾ ഞാൻ വേഗം വന്ന് ബെഞ്ചിലിരുന്നു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മൊബൈലിൻ്റെ കവറും ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്യണ ഒരു ഷോപ്പുണ്ട്. അപ്പം അവിടെ പോയിട്ട് ഇതൊരു അടിപൊളി കവറ്
കൃഷ്ണവേണി അവളുടെ ഫോണിലിട്ടിട്ടോ. എനിക്കൊരു ബെഞ്ച് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് കുറേ നേരമായി നടക്കണു. അപ്പം നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ എക്സിബിഷൻ ഉണ്ടോ, ഇതിലും വലിയ എക്സിബിഷൻ ഞാൻ തൃശ്ശൂരിൽ കണ്ടിട്ടില്ല. അങ്ങനെ വീണ്ടും നടന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം കയറുന്ന സമയത്ത് നമ്മൾ പാൽസർവത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ദഹിച്ച് പോയി തോന്നുന്നു. അപ്പോൾ 2 മാംഗോ ജ്യൂസ് ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. അത് കുടിച്ച ശേഷം വീണ്ടും നടന്നു. ആക്ച്വലി നമ്മൾ എക്സിബിഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബിരിയാണി കഴിക്കാം എന്നൊക്കെ കേട്ടോ പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ആ ചതി മനസ്സിലായത്. കണ്ടോ, അതുവരെ അതായത് ആ ജ്യൂസിൻ്റെ ഷോപ്പ് വരെ കേട്ടോ ഫുൾ സ്റ്റാളുകളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇടയിലിടയിൽ ഓരോന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സ്റ്റാളുകളൊന്നും ഒന്നുമില്ല. ചിലവിടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സ്റ്റാൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നിന്നുകൊണ്ടാണ് ഇനി കാണാനുള്ള കാഴ്ചകളൊക്കെ ഉള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി പണി ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷമാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാനും കാണാനും ഒക്കെ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈഡ്സൊക്കെ ചെറുതായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും തിരക്കില്ലാത്ത കാരണം അതും അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടേക്കാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പകുതി എത്തിയെന്ന് പറയാനാവില്ല. അതിനും ശേഷം നമുക്ക് ഒരുപാട് കാണാനുണ്ട്. പക്ഷേ അതിന് ശേഷമുള്ള സ്റ്റാളുകളൊന്നും ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ചിലതൊക്കെ ഓപ്പൺ ആയി തുടങ്ങണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സിബിഷൻ കാണൽ ഇപ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ടാണ്. പെട്ടെന്ന് നമ്മൾ ഇറങ്ങി. ഞങ്ങൾക്ക് വലിയ വിഷമം തോന്നിയില്ല കേട്ടോ, കാരണം പകുതി നടന്നപ്പോൾ തന്നെ നമുക്ക് മതിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എക്സിബിഷനിൽ നിന്ന് ഓൾറെഡി ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഫുഡിൻ്റെ സ്റ്റാളുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്താണി കഴിഞ്ഞപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ പുറമേ നിന്ന് കാണാൻ നല്ല ലുക്കുള്ള നല്ല വൈബുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. ആക്ച്വലി ഞാൻ തൃശ്ശൂർ കുറേ ചുറ്റിക്കറങ്ങിയിട്ടുണ്ടെങ്കിലും തൃശ്ശൂരിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഏതാണെന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ തൃശ്ശൂരിലുള്ള മെയിൻ റോഡുകൾ മാത്രമേ ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ ഒറ്റയ്ക്ക്. ഇടവഴി കൂടെ ഒന്നും അങ്ങനെ സഞ്ചരിക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു ഏരിയ കൂടെയുള്ള റെസ്റ്റോറൻറ്റൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കയറാം അങ്ങനെ പ്ലാനിട്ട് കിട്ടിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പം കൃഷ്ണവേണി എഗ്ഗ് ബിരിയാണിയും ഞാൻ ചെട്ടിനാട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളത്. സമയം ഇപ്പം തന്നെ ഏകദേശം 3:30 ടൈം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിച്ച ശേഷം നമ്മൾ രണ്ടുപേരും വീട്ടിലേക്ക് വിട്ടു ഗൈസ്. ഇത്രയുള്ള നമ്മുടെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.